ഇതൊരു ഏക വ്യക്തിയാണ്, ഒരു വെറൈറ്റി പേഴ്സണാണ്. നമ്മൾ ചിലപ്പം പറയുന്നതാണ്, ചില ആളുകളൊക്കെ ഓഫീസിൽ കണ്ടമാനം എന്ത് വർക്കും ഏറ്റെടുക്കും, ആത്മാർത്ഥമായി ചെയ്യും. ചില ഒരു ജനസർവീസുകൾ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ചാരിറ്റി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്താൽ പോലും ചെയ്യാത്ത അത്രയും സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വല്ലാത്ത ആളുകളാണ്. നമ്മൾ അവരെക്കുറിച്ച് പറയും ഹാദ റജുൽ വഹീദ് എന്ന് പറയും. ഇയാളൊരു എന്നൊരു ഏക വ്യക്തി എന്നതിൻ്റെ അർത്ഥം. വഹീദ് എന്ന് പറഞ്ഞാൽ അയാളെപ്പോലെ വേറെ ആരുമില്ല, ഒരേ ഒരു വ്യക്തി നമ്മൾ മലയാളത്തിൽ പറയും. ഇയാളാണ് ആ ഒരേ ഒരു വ്യക്തി. അപ്പോൾ ഒരേ ഒരു ആള്, ഒരേ ഒരു സാധനം എന്നുള്ളൊരു വഹീദ്. ഹാദൽ വഹീദിൽ തലത്ത്, ഈ ഒരേ ഒരു സാധനമാണ് ഞാൻ തിരഞ്ഞിരുന്നത്, ഞാൻ അന്വേഷിച്ച് നടന്നത്. ഹാദൽ വഹീദിൽ തലത്ത്, ഈ ഒരു ഏക സാധനമാണ് ഞാൻ തിരഞ്ഞത്. അപ്പോൾ വഹീദ് എന്നാണ് അതിന് പറയുന്നത്. ഇനി അതേ അർത്ഥത്തിലുള്ള വേറൊരു വേർഡുണ്ട്, ഫരീദ് എന്ന് പറയും. ഫരീദ്, വാഹിദ് എന്ന് പറയുന്നത് ഒന്നാണ്, വഹീദ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയെപ്പറ്റിയും പറയാം, വസ്തുവിനെ കുറിച്ചും പറയാം. വഹീദ് എന്ന് പറയുന്നത് ഓക്കെ. മറ്റൊരു സാധനമാണ് ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാം, ഫരീദ് എന്നാണ്. ഹാദ ഫരീദ്, യാനി മസിക് ദാഹ്ഷൈ, ഇതുപോലെ വേറൊരു സാധനം ഇല്ലാത്തതിന് ഫരീദ് എന്ന് പറയും. ഓക്കെ. മൂന്നാമത്തെ ഒരു പോയിന്റ് ഇതിനോടൊപ്പം നമ്മൾ പഠിക്കുക, ആഖിറിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അറ്റ് ലാസ്റ്റ്, ഫൈനലി എന്ന് പറയാൻ ഇതേപോലെ ഉപയോഗിക്കും, അഖീർ എന്ന് പറയും. അഖീറൻ ജീത്ത് യാ ഉഖ്തി, അഖീറൻ ജീത്ത് യാ ഉഖ്തി, അവസാനം നീ വന്നല്ലോ പെങ്ങളെ, അവസാനം നീ വന്നല്ലോ. അഖീറൻ നിൻച്ച് ജീത്ത് എന്തി, അവസാനം നീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അഖീറൻ എന്ന് പറയും. ഓക്കെ. ആ 3 വേർഡ് പഠിച്ചു. നാലാമത്തത് യൂണിറ്റി എന്ന് പറയാനും ഏകവസ്തു എന്ന് പറയാനൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. വാഹിദ് ഒന്നാണ്. വഹ്ദ എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന്, യൂണിറ്റിയാണ്. ആ അർത്ഥത്തിന് മുവഹദ് എന്ന് ഉപയോഗിക്കും. ഹാദ മുവഹദ്, യുനീക്കാണ് എന്നൊക്കെ പറയാനൊക്കെ മുവഹദ് എന്ന് പറയും. ഓക്കെ. അപ്പം ഇങ്ങനെ കുറെ ഇനിയും അതിൻ്റെയൊക്കെ ഇപ്പോൾ വഹ്ദാനിയത്ത്, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകനായ വ്യക്തി എന്നുള്ളതിൽ വാഹിദ് അല്ലെങ്കിൽ വഹ്ദാനിയത്ത് എന്നൊക്കെ പറയും, ഏകത്വം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വേർഡുകൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ പഠിച്ച 3 വാക്കുകൾ ഒന്നുകൂടി പറയട്ടെ. ഒന്ന് ഹാദ ഫരീദ്, മറ്റൊന്ന് ഹാദ വഹീദ്. ഇത് രണ്ടും തത്തുല്യമായതാണ്. അതേ അർത്ഥത്തിൽ നിന്ന് വന്ന മറ്റൊരു വേർഡാണ് മുവഹദ്, യുനീക്കാണ്, അല്ലെ ഒരേ ഒരു സാധനമാണ്, അല്ലെ വഹ്ദ എന്ന് പറയും. അതേപോലെ 5ാമത്തെ ഒരു വേർഡ് നമ്മൾ പഠിച്ചത് ഇത് എന്താണ്? 5ാമത്തെ വേർഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അഖീർ എന്നാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനമെന്നാണ്. എന്നാൽ ഫൈനലി, അറ്റ് ലാസ്റ്റ് എന്ന് പറയേണ്ടി വരുമ്പോൾ ആഖിർ നിൽക്കൂല, അത് അഖീറൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ. 5 വേർഡും സംസാര ഭാഷയിൽ എപ്പോഴും ഉപയോഗിക്കുക. അതിന് പറ്റിയതായ എക്സാമ്പിളുകൾ കൊണ്ടുവന്ന് നിങ്ങളത് പഠിക്കുക. ഓക്കെ. കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയുടെ ഒരു പുസ്തകം തന്നെയുണ്ട്, അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ചെറിയൊരു കോസ്റ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു സുവർണാവസരമാണ്. ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുക. മഅസ്സലാമ.